ദൈവപിതാവേ എന്നുടെ താതൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നോൻ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. 1 പത്രോസ് 2:19. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് ദൈവപ്രസാദമാകുന്നു. പ്രിയമുള്ളവരെ, അന്യായമായി ആരെങ്കിലും നമ്മെ ഉപദ്രവിച്ചാൽ, അങ്ങനെ കഷ്ടവും സങ്കടവും ഒക്കെ അനുഭവിക്കേണ്ടി വന്നാൽ അത് ദൈവപ്രസാദമുണ്ടാക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ അത് ന്യായമായതാണ്. എന്നാൽ ഒരു തെറ്റും ചെയ്യാതെ നാം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതിന് വലിയൊരു പ്രതിഫലമുണ്ട്. അതിന്റെ പേരിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അന്യായമായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് സഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അതിനൊരു പ്രതിഫലമുണ്ട് എന്ന് അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നല്ലോ. ആ നന്മ അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.